ദിവസം ഒരു പാരന്റ് വിളിച്ച് എന്നോട് ചോദിച്ചു, മിസ്സേ എന്റെ കുട്ടി സ്കൂളിൽ എന്നും പോകുന്നുണ്ട്, ടീച്ചറൊക്കെ അടിപൊളിയൊക്കെ തന്നെയാണ്, അവിടെ പല കുട്ടികൾക്കും നല്ല ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ട്, എന്നിട്ടും എന്റെ കുട്ടിക്ക് ഫുൾ മാർക്ക് ഒന്നും ഉണ്ടാവാറില്ല. എന്റെ കുട്ടിക്ക് ഇപ്പോഴും മാത്സിലെ ബേസിക്സ് പലതും അറിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു എക്സ്ട്രാ ക്ലാസ് അവർക്ക് കൊടുക്കണം. ഓൺലൈൻ ക്ലാസ് ആണോ അത് കൊടുക്കേണ്ടത്, ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ് ആണോ കൊടുക്കേണ്ടത്, എവിടെയാണ് അവളെ പറഞ്ഞേക്കേണ്ടത് എന്നുള്ളത്. സോ ഞാൻ ആ ഒരു പാരന്റിനോട് പറഞ്ഞ റിപ്ലൈ എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അത് പറയാനുള്ള കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കും ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഇത്രയും ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് പോയിട്ടും ആ കുട്ടിക്ക് അവിടെ സ്റ്റെക്ക് ആവുന്നുണ്ട് എങ്കിൽ, ബാക്കിയുള്ള കുട്ടികളെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ആ കുട്ടിക്ക് ബാക്കിയുള്ള കുട്ടികളെ പോലെ ക്ലാസ് കേട്ടാൽ മതിയാവില്ല. അവിടെ നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് എടുക്കുകയാണെങ്കിൽ, നമ്മളുടെ സ്കൂൾസ് എടുക്കുകയാണെങ്കിൽ ഒക്കെ എല്ലാ കുട്ടികൾക്കും ഒരേ സ്പീഡിലായിരിക്കും അവർ ക്ലാസ് എടുക്കുക. ഏതൊരു ഓഫ്ലൈൻ സെന്റർ എടുത്തു കഴിഞ്ഞാലും എല്ലാ കുട്ടികൾക്കും ഒരേ സ്പീഡിലായിരിക്കും. ഓരോ കുട്ടിനെ വിളിച്ചിട്ട് നിനക്ക് ഈ സ്പീഡിൽ എന്ന് പറഞ്ഞു തരാൻ അവർക്ക് കഴിയില്ല. എല്ലാ കുട്ടികൾക്കും ഒരേ സ്പീഡിലായിരിക്കും അവർ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. പക്ഷെ പല റേഞ്ചിലുള്ള കുട്ടികൾ ഉണ്ടാവും. അതായത് ബിലോ ആവറേജ് ഉണ്ടാവും, ആവറേജ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല കാലിബർ ഉള്ള അടിപൊളി കുട്ടികളും ഉണ്ടാവും. അപ്പൊ ഈ 3 ടൈപ്പിലുള്ള കുട്ടികളും 3 ലെവലിലുള്ള കുട്ടികൾക്കും ഈ സ്പീഡ് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് ഒരു പ്രശ്നം, ആ കുട്ടിക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാത്തതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓഫ്ലൈൻ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും ഒരേ സ്പീഡാണെങ്കിൽ, നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വേണ്ട സ്പീഡിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റെക്കോർഡഡ് ക്ലാസ് എടുത്ത് കേൾക്കാൻ പറ്റും. ഒരു പ്രാവശ്യം കുട്ടിക്ക് കേട്ടി മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവർക്ക് എടുത്ത് കേൾക്കാൻ പറ്റും. അവർക്ക് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അവർക്ക് എല്ലാവരും കേൾക്കുന്ന ആ സ്പീഡിൽ കേൾക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. ഇനി നമ്മളുടെ വൺ ടൈം എക്സ്പ്ലനേഷൻ ആയിരിക്കും നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ്സസിൽ ഉണ്ടാവുക. അതായത് ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം പറഞ്ഞുതരും, മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാൻ പറ്റും. പിന്നെയും അത് ആവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു ആവർത്തന വിരസതായിരിക്കും. അതായത് ബാക്കിയുള്ള കുട്ടികൾക്ക് ബോറടിക്കൽ തുടങ്ങും. നമ്മളിപ്പോൾ ഒരാൾ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ. പക്ഷെ ചില കുട്ടികൾ അങ്ങനെയല്ല. ചില കുട്ടികൾക്ക് 5ഉം 6ഉം തവണ കേട്ടാലേ ചില കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പൊ അതായിരിക്കും ഇയാളുടെ കോൺസെപ്റ്റ്, ഇയാൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുമ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്. നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ആ വൺ ടൈം എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല. ആ ഓൺലൈൻ ക്ലാസ്സിൽ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു പ്രാവശ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്ക് ആ വീഡിയോ ഒന്നും കൂടെ എടുത്ത് കാണാം. രണ്ടാമത്തെ പ്രാവശ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എടുത്ത് കാണാം. മൂന്നാമത്തെ പ്രാവശ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എടുത്ത് കാണാം. അയാൾക്ക് 10 തവണ കേൾക്കണമെങ്കിൽ 10 തവണയും അയാൾക്ക് കേൾക്കാൻ പറ്റും. അതാണ് ഓൺലൈൻ ക്ലാസ്സിന്റെ കുറച്ചുകൂടി നല്ലത്, കുറച്ചുകൂടി അതിന്റെ ഒരു മെറിറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. മറ്റൊരു പ്രശ്നമാണ് ലിമിറ്റഡ് റിവിഷൻ എന്നുള്ളത്. അതായത് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോർഷൻസ് ഒരുപാട് തീർക്കാനുണ്ടാവും. അതിൽ അവർക്ക് പിന്നെ റിവൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് കഴിയുന്ന കേസല്ല, എന്തായാലും കഴിയുന്ന കേസല്ല. പക്ഷെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എടുത്തു കഴിയുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിവൈസ് ചെയ്യാം. ഒരു ചാപ്റ്റർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ എജുപോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ചാപ്റ്റർ ഒരു കുട്ടിക്ക് മറന്നുപോയി, ആ കുട്ടി വെറുതെ റെക്കോർഡഡ് ക്ലാസ് 3 മണിക്കൂറിന്റെ കേൾക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റിവൈസ് ചെയ്യണമെങ്കിൽ വേഗം പോയിട്ട് ഞങ്ങൾ ഓരോ ചാപ്റ്ററും 1 ഷോട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ 1 ഷോട്ട് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആ 1 ഷോട്ട് കണ്ടിട്ട് ആ കുട്ടിക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ആ 1 ഷോട്ട് കണ്ട് ആ കുട്ടിക്ക് ആ ചാപ്റ്റർ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ പറ്റിക്കൊള്ളണം എന്നില്ല. മറ്റൊരു പ്രശ്നമാണ് ഡൗട്ട് റിമൈൻഡ്. അതായത് പല കുട്ടികൾക്കും ഓഫ്ലൈൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എണീറ്റ് നിന്ന് ഒരു ഡൗട്ട് ചോദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നാണമായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ കുറച്ച് ബാക്കോട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഡൗട്ട് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ആ കുട്ടി ചോദിക്കാതെ അവിടെ തന്നെ ഉണ്ടാവും. ആ ഡൗട്ട് എത്ര മുന്നോട്ട് പോയാലും അത് അവളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ഡൗട്ട് അത് മറന്നു പോയിട്ടുണ്ടാവും, പിന്നെ അത് പഠിക്കേണ്ടാവും വിചാരിച്ച് ഒഴിവാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അത് അങ്ങനെയല്ല. നമ്മൾ എജുപോർട്ട് ആണെങ്കിൽ ആദ്യം ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ സൂം ലൈവിലൂടെ അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇനിയിപ്പോ സൂം ലൈവിൽ നമുക്ക് ചാറ്റ് ബോക്സിൽ പറയാനോ അല്ലെങ്കിൽ നമുക്ക് ആ മൈക്ക് ഓൺ ചെയ്ത് പറയാനും മടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഫേസ് ടു ഫേസ് ചോദിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാൻ പറ്റുന്നതാണ്. ഇനി മൂന്നാമത്തതാണ് AI ഡൗട്ട് ക്ലിയറൻസും ഉണ്ട്. നമുക്ക് മെറ്റ AI, അഡാപ്റ്റ് AI ഉണ്ട് നമ്മളുടെ ആപ്പിൽ തന്നെ, അതിനോടും ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പൊ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ചോദിച്ച് ചമ്മുന്നതിന്റെ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നില്ല. ഇനി മറ്റൊരു കാര്യമാണ് ക്ലാസ് മിസ്സായി പോവാന്നുള്ളത്. ഒരു ക്ലാസ് മിസ്സായി പോയാൽ അത് മിസ്സായി, പിന്നെ വേറെ ഒരാൾ വന്നിട്ട് എടുത്തു തരൂല. അപ്പോൾ എന്തെങ്കിലും ഒരു കല്യാണം, എന്തെങ്കിലും ഒഴിച്ചുകൂടാത്ത ഒരു ഫംഗ്ഷൻ അയാൾ പോയിട്ട് ഒരു ക്ലാസ് മിസ്സായി പോയാൽ ആ ക്ലാസ് പിന്നെ അയാൾക്ക് ഒറ്റാൾക്ക് വേണ്ടി എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പറ്റിയ പരിപാടിയല്ല. പക്ഷെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഇന്ന് മിസ്സായി പോയ
വന്നിട്ടുണ്ടെങ്കിൽ നാളെ അയാൾക്ക് എടുത്തു കാണാം. ഞങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഡെയിലി ടാസ്കിൽ പോയി കഴിഞ്ഞാൽ അവർക്കറിയാം അവർക്ക് ഇന്ന് ഏത് ക്ലാസ് ആണ് കേൾക്കേണ്ടത്. അപ്പൊ ഇന്ന് ഏത് ക്ലാസ് ആണോ കേൾക്കേണ്ടത് നോക്കി കറക്റ്റ് ആയിട്ട് അയാൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും നമ്മളുടെ ക്ലാസ്സസ്. ഇനി എങ്ങാനും ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി ക്ലാസ്സിൽ ക്യാച്ചപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആ ക്യാച്ചപ്പിൽ നമുക്ക് കാണാം ഏതാണ് നമുക്ക് മിസ്സായി പോയ ക്ലാസ്. ആ മിസ്സായി പോയ ക്ലാസ്സും എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഓൺലൈൻ ക്ലാസ്സസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓൺലൈൻ ബാച്ചസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഏറ്റവും കുട്ടികൾക്ക് യോജ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത്, അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് തന്നെയാണ്. ബിക്കോസ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓൾറെഡി ഓഫ്ലൈൻ ക്ലാസ് നമ്മളുടെ സ്കൂളിൽ കിട്ടുന്നുണ്ട്. കുട്ടിക്ക് ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ വേണം. ആ ഓഫ്ലൈന് സ്കൂളിൽ കിട്ടുന്നുണ്ട്. ആ സ്കൂളിന്റെ പുറമെ ഒരു എക്സ്ട്രാ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ സ്കൂളിന്റെ പുറമെ കുറച്ചുകൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതിന് കുട്ടിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഓൺലൈന് തന്നെയായിരിക്കും. എന്നാൽ കുട്ടിക്ക് വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്തിരുന്ന് വേണ്ട പോലെ എത്ര പ്രാവശ്യം വേണമെങ്കിലും കേൾക്കാൻ പറ്റിയതാണ് നമ്മളുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓൺലൈൻ ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യണമെന്ന് ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നതും. സോ നമ്മളുടെ ബാച്ച് ഇപ്പൊ എഡ്യൂപോർട്ടിന്റെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ഓരോ വീക്കിലും 2 വീക്സ് കൂടുമ്പോഴും നമ്മൾ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും കുറവുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ബേസിക് അറിയില്ല എങ്കിൽ, അത് പിന്നെയും ബാക്കോട്ട് പോയി പിന്നെയാക്കാം നാളെ എന്ന് പറഞ്ഞ് നീളെ അങ്ങോട്ട് പോകും. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത്. സോ നമ്മളുടെ ബാച്ചിന് ഇപ്പൊ 3799 ക്ലാസ് 8 സൂപ്പർ ബാച്ചിന് നമ്മളുടെ എമൗണ്ട് വരുന്നത്. അപ്പൊ മക്കൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഇട്ടേക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ മാത്സ് ബേസ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ഇപ്പൊ 7 കൊല്ലമായിട്ട് ഈ കുട്ടികൾക്ക് അറിയാത്ത മാത്സ്, കൂട്ടലും കുറയ്ക്കലും പോലും അറിയാത്ത പല കുട്ടികളും ഉണ്ടാവും. ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നുന്നുണ്ടാവും, എനിക്ക് ഇത് അറിയൂലല്ലോ അത് അറിയൂലല്ലോ എന്ന്. അങ്ങനെ അറിയൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ മാത്തിന്റെ ബേസ് കോഴ്സ് എന്ന് പറയുന്നത്. ഈ ബേസ് കോഴ്സിന് 999 രൂപയാണ് ഫീ വരുന്നത്. പക്ഷേ നമ്മളുടെ സൂപ്പർ ബാച്ചിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഈ ഒരു ബേസ് കോഴ്സ് കൂടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കുട്ടികൾ ഇവിടെ വരുന്നത് വെച്ചാൽ സ്കൂളിൽ ക്ലാസ് കിട്ടാത്തതുകൊണ്ടല്ല, അവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും കിട്ടണം, ഫുൾ A+ വാങ്ങണം, ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഓരോ കുട്ടികളും, എഡ്യൂപോർട്ടിൽ എത്തുന്ന ഓരോ കുട്ടികളും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അവിടെ ബിലോ ആവറേജ് അല്ലെങ്കിൽ ഹൈ ലെവൽ ഇതൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹൈ ലെവൽ അടിപൊളി മക്കളാണ് ഞങ്ങളുടെ എല്ലാവരും. അതുകൊണ്ട് ഈ ഒരു വെക്കേഷനിൽ തന്നെ ഞങ്ങൾ എല്ലാ കുട്ടികളുടെയും മാത്സിന്റെ ബേസിക് അറിയില്ല എങ്കിൽ മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും വരെ ഞങ്ങൾ ഒന്ന് ക്ലിയർ ആക്കിയിട്ട്, എക്സ് വെച്ചുള്ള പ്രോബ്ലംസ് വരെ ഒന്ന് ക്ലിയർ ആക്കി മക്കൾക്ക് പഠിപ്പിച്ചിട്ട് മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഞങ്ങളുടെ ബാച്ചിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ചാപ്റ്റേഴ്സിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ ഈ ഒരു മാത്സിന്റെ ബേസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി പുതിയ കുട്ടികൾ ജോയിൻ ചെയ്താൽ ആ കുട്ടികൾക്കും ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് ആ കുട്ടികൾ വീക്ക് ആയിട്ടുള്ള പോയിന്റ് ഏതാന്ന് നോക്കിയിട്ട് നമ്മളുടെ പാരന്റിനെയും കൂടെ വിളിച്ച് അവരെ കൊണ്ട് അവരുടെ എന്താണ് പ്രശ്നം എന്ന്, കുട്ടിന്റെ പ്രശ്നം പാരന്റിനോടുകൂടി പറഞ്ഞിട്ട് അവർക്ക് വേണ്ട ക്ലാസ് കൊടുത്ത് അവരെ സെറ്റ് ആക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടി കുട്ടിക്ക് എക്സാം നടത്തി ആ കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ചാപ്റ്ററിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ ഇതാണ് ഞങ്ങളുടെ എഡ്യൂപോർട്ടിന്റെ ആപ്പ് എന്ന് പറയുന്നത്. ഈ ആപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനും ആപ്പിൽ ജോയിൻ ചെയ്യാനും എൻ്റെ കുട്ടികൾ എന്തായാലും കമന്റ് ബോക്സിന്റെ മുകളിലുള്ള രജിസ്ട്രേഷൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. ഇതെങ്ങാനും രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും. ബിക്കോസ് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ കിട്ടുന്നുള്ളൂ. ഈ ഒരു ഓഫർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക. സോ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.